നമസ്കാരം. നീണ്ട നാവിന് കുറിയ ആയുസ് എന്നാണ് ചൊല്ല്. നീണ്ട നാവ് കൊണ്ട് മൂക്ക് തൊടാൻ ശ്രമിക്കുന്ന ചില യുവ വിപ്ലവകാരികളുണ്ട്. കുരങ്ങന്മാർക്ക് പഴം കൊടുത്താൽ ആർത്തിയോടെ അതെല്ലാം വാങ്ങി അവ അണ്ണാക്കിലൊതുക്കും. പിന്നെ സമയം കിട്ടുമ്പോൾ ഓരോന്നെടുത്ത് ഭുജിക്കും. കിട്ടുന്നതെല്ലാം തിന്നാൻ നോക്കിയാൽ കൂടുതൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നു. ഇതുപോലെയാണ് ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ചില CPM പ്രതിനിധികളുടെ ഒരു രീതി. വായ നിറച്ച് കൊണ്ടുവരുന്നതൊക്കെ ഓരോന്നായി എടുത്ത് അങ്ങോട്ട് ചവയ്ക്കാൻ തുടങ്ങും. ചവ തീരുമ്പോഴേക്കും സ്റ്റോക്കും തീരും. പിന്നെ ഫ്ലോ അങ്ങ് പോകും. പിന്നീട് വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം മൗനമോ വിറളി പിടിക്കലോ കലഹിക്കലോ വെല്ലുവിളിക്കലോ ഒക്കെയാകും പതിവ് പരിപാടികൾ. ചർച്ചയ്ക്ക് വരുമ്പോൾ തൊള്ള നിറച്ച് കൊണ്ടുവരുന്നതൊക്കെ വിഴുങ്ങിപ്പോകേണ്ട ഗതികേടിലാണ് ഇപ്പോഴും എപ്പോഴും സൈബർ ചാവേറുകൾ. ഒരടി അങ്ങോട്ട് കൊടുക്കും, 7 അടി തിരിച്ചു വാങ്ങും. മുതുകിലൊരടി കൊടുക്കാനും കൂടി ഉള്ളത് കോൺഗ്രസ്സുകാരുടെയും BJPക്കാരുടെയും കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകും. കിട്ടുന്നതെല്ലാം വാങ്ങി സംതൃപ്തിയോടെ വീടണഞ്ഞാലും പിറ്റേന്നും ഈ പാവങ്ങൾ കൃത്യമായി ജോലിക്ക് വരുന്നുണ്ട്. അത് ഓർക്കുമ്പോഴാണ് ഇവരെപ്പറ്റി ഓർത്തുള്ള സങ്കടം. വിരട്ടല് കൊണ്ടും വോട്ട് കൊണ്ടും കേസ് കൊണ്ടും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരുത്തൻ പെണ്ണ് കേസിൽ പെടുമ്പോൾ ശത്രുക്കൾക്ക് കിട്ടുന്ന ഒരു ആനന്ദ മൂർച്ചയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറഞ്ഞു തോൽപ്പിക്കാനും എതിർത്ത് തോൽപ്പിക്കാനും കഴിയാത്ത DYFIയുടെ നേതാക്കൾ അയാളെ എന്തൊക്കെ പേരിട്ടാണ് ഇപ്പോൾ വിളിക്കുന്നത്. മാതൃഭൂമിയിൽ ചർച്ചയ്ക്ക് വന്ന് ജയിക്ക് പറയുന്നത് അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണിതെന്നാണ്. ഈ ചർച്ചയിൽ പുള്ളി കൊണ്ടുവന്ന പുതിയ ഒരു വാക്കാണ് സമീകരണം. സമീകരിക്കൽ എന്നാൽ തുല്യമാക്കൽ എന്നാണ് അർത്ഥമെങ്കിലും വ്യാകരണ പണ്ഡിതന്മാരായ പലരും ആ വാക്കിനെ ചാനൽ ചർച്ചയിൽ കൊണ്ടുവരാതെ തമസ്കരിച്ച് മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. വൈയാകരണനായ തോൽക്കിറങ്ങുമ്പോഴാണ് ഭാഷയുടെ ഒരു സൗന്ദര്യം നമുക്ക് പലപ്പോഴും ആസ്വദിക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇതിനോട് സമീകരിക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടായിട്ടുണ്ടോ? കേരള മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തെ എത്ര രാഷ്ട്രീയമായി എതിർപ്പും വിമർശനവും ഉന്നയിക്കുന്ന ആളുകളും അദ്ദേഹത്തെ വിജയ എന്ന് വിളിച്ച അപൂർവങ്ങളിൽ അത്യപൂർവം വരുന്ന 1-2 പേരെയെ കണ്ടിട്ടുള്ളൂ. ആ സംസ്കാരത്തിന് തുടക്കമിട്ടയാൾ അങ്ങീ സൂചിപ്പിച്ച MLA അല്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്താ അങ്ങനെ ഒരാൾ നിയമസഭയ്ക്ക് അലങ്കാരമായി നിയമസഭയിൽ വന്നിരിക്കേണ്ടതുണ്ടോ എന്ന് ഇടതുപക്ഷത്തെ CPMനെ അലോസരപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി കേരളത്തിലെ മനുഷ്യരുടെ ആകെ പ്രശ്നമാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക മുഖപത്രമായി ഇന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട പത്രത്തിലെ വാചകങ്ങൾ ഏതൊക്കെ നിലയിലാണ് വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ ആ മാധ്യമം ചിത്രീകരിക്കാൻ ശ്രമിച്ചത്? ഇത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് വേണ്ട എന്ന് കണ്ടുകൊണ്ട് തള്ളി മാറ്റിയ വിഴുപ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനം തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് കൊണ്ട് അവർ പുറംപോക്കിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു അവശിഷ്ടം. ഈ അവശിഷ്ടത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക മുഖപത്രമായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന വീക്ഷണം ഇന്ന് എന്തിനു വേണ്ടിയിട്ട് എഡിറ്റോറിയൽ എഴുതി? പണ്ഡിത ശിരോമണിയായാലും പാർവത്യക്കാരായാലും അക്ഷരസ്ഫുടതയില്ലാതെ ചില വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് വല്ലാതെ അരോചകമാകും. ഉദാഹരണത്തിന് അവശിഷ്ടം എന്ന് പ്രയോഗിക്കുന്നതിന് പകരം അവശിഷ്ടം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഔദ്യോഗികം എന്ന വാക്കിനെ ജയിക്ക് ഔദ്യോഗികമാക്കി. എന്തായാലും സമീകരിക്കൽ ഭയങ്കരമായി പോയി. മുകേഷ് പ്രതിയാണെന്ന് പറഞ്ഞ് ഇതിനെ സമീകരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഗർഭഛിദ്രത്തിന് മുകേഷ് ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? ഇല്ല. ഒറ്റച്ചവിട്ടിന് കൊന്നുകളയുമെന്ന് പറഞ്ഞോ? ഇല്ല. എന്നാൽ നമ്മുടെ ധീര വിപ്ലവ നായകനായ മുകേഷ് ആദ്യ ഭാര്യ സരിതയെ അവർ ഗർഭിണിയായിരിക്കുമ്പോൾ തൊഴിച്ചതായൊക്കെ അന്നത്തെ മാപ്രയായ വീണ ജോർജിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. എന്നാൽ P. ശശി ഇതുപോലെ ആരോടെങ്കിലും പറഞ്ഞോ? PK ശശി പറഞ്ഞോ? കടകംപള്ളിയൊക്കെ എന്തൊരു വിനയാന്വിതനായാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് സമീകരിക്കൽ ശരിയല്ല എന്ന് തോൽക്ക് പറയുന്നത്. രാഹുലിനെ അവശിഷ്ടമെന്നും വിഴുപ്പെന്നുമൊക്കെയാണ് തോൽക്ക് തോമസ് വിശേഷിപ്പിച്ചത്. എല്ലാത്തിനും കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ എണ്ണി മറുപടി കൊടുത്തു. ശശിമാർ അവശിഷ്ടമാണോ? മുകേഷ് വിഴുപ്പാണോ? കടകംപള്ളി വിഴുപ്പാണോ? അവർക്കിതെല്ലാം വലിയ മുഴുപ്പാണ്. സമീകരിക്കരുതെന്ന് പറയുന്ന തോൽക്കിനെ സംഹരിച്ചു വിട്ടു ജിൻഡോ ജോൺ. ചർച്ചയിൽ തിരിച്ചു കിട്ടുമ്പോൾ പാവം ജയിക്കിൻ്റെ ഒരു ഇരിപ്പുണ്ട്. അതാണ് നമുക്ക് സങ്കടം തോന്നുന്ന കാഴ്ച. എല്ലാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണല്ലോ ഈ ചെറുപ്പക്കാരൻ സഹിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് അതിലേറെ സങ്കടം. 3 തവണ മത്സരിച്ചിട്ടും മണ്ഡലത്തിലും ജയിച്ചില്ല, വീട്ടുമുറ്റത്തും ജയിച്ചില്ല, കിണറ്റിൻകരയിൽ പോലും ജയിച്ചില്ല. രാഹുൽ അവശിഷ്ടമാണെങ്കിൽ തോൽക്ക് വിശിഷ്ടമായിരുന്നു. എന്നിട്ടെന്താ വിഴുപ്പ് ഭാണ്ഡം പോലെ ജനമെടുത്ത് തോട്ടിലെറിഞ്ഞത്? മുഖ്യമന്ത്രിയെ വിജയ എന്ന് വിളിച്ചതിൻ്റെ സങ്കടമാണ് ഈ ജയിക്കിനും. പിണറായിയുടെ അടിമകളെ സംബന്ധിച്ചിടത്തോളം ആ വിളി സഹിക്കാൻ പറ്റുന്നതല്ല. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ
നരാധവനെന്ന് വിളിച്ച ജയിക്കാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. ഗോവിന്ദനെ ഗോവിന്ദനെന്നല്ലാതെ പത്മനാഭനെന്ന് വിളിക്കണോ എന്ന് ഒരു ചർച്ചയിൽ BRM ഷഫീർ സരിനോട് ചോദിക്കുന്നത് കേട്ടു. വിജയനെ പിന്നെ വിഷ്ണു എന്ന് വിളിക്കണോ ജയിക്കെ? പിണറായിയെ പെൺവാണിഭ സംഘത്തിൻ്റെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചവൻ ഇപ്പോൾ എവിടെയാണ് ജയിക്കെ? അയാൾക്ക് എത്ര രൂപ ശമ്പളമുണ്ടെന്നറിയാമോ പാർട്ടി കൊടുത്ത ആ ദാനത്തിന്? നിങ്ങൾ ഉമ്മൻചാണ്ടിയെ സാറേ എന്നല്ലാതെ വിളിക്കുമായിരുന്നേയില്ല. മാണി സാറിനെ സാറേ സാറേ എന്ന് വിളിക്കൂ. കുറച്ചു നാളൊക്കെ കോഴമാണി എന്ന് വിളിച്ചത് വലിയ സങ്കടത്തോടെയായിരുന്നു. ബഹുമാനം കണ്ടുപഠിക്കണമെങ്കിൽ DYFIക്കാരെ മാതൃകയാക്കണം. മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെ ആരിഫ് മുഹമ്മദ് ഖാൻ ജി എന്ന് വിളിക്കുന്നത് കേട്ടാൽ കോരിത്തെരിപ്പുണ്ടാകുമായിരുന്നു. സ്നേഹം കൊണ്ട് അവർ തന്തയ്ക്ക് വിളിച്ചാലും നമുക്കത് ഫീൽ ചെയ്യില്ല. ആർഷോയൊക്കെ ഗുരുക്കന്മാരെ വന്ദിക്കുന്നതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. കാലുവെട്ടും എന്നവർ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ പാദപൂജ എന്നാണ് അവർ അർത്ഥമാക്കുന്നത്. അവശിഷ്ടവും വിഴുപ്പും അല്ലാത്ത വിശിഷ്ടനും ദിവ്യനുമായ ജയിക്ക് വൻ ഭൂരിപക്ഷത്തോടെ അടുത്ത തവണ പുതുപ്പള്ളി പിടിച്ചെടുക്കണം. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ കണ്ടോ, ആദ്യ 13 റൗണ്ടുകളിലും P സരിൻ ലീഡ് നിലനിർത്തും. പാലക്കാട്ട് 14ാം റൗണ്ട് എണ്ണിത്തീരുമ്പോഴേക്കും 1ാം സ്ഥാനത്ത് വന്ന് നിൽക്കും. പിരായിരി എണ്ണിത്തീരുമ്പോഴേക്കും ഭൂരിപക്ഷം 1.5 ലക്ഷം കടക്കും. രാഹുൽ അവശിഷ്ടമായി കൽപ്പാത്തി തെരുവിലൂടെ ഒഴുകും. പല്ലില്ലാത്ത പശുവിന് പുല്ലില്ലാത്ത പറമ്പെന്ന് പറയും പോലെ ചാനൽ ചർച്ചയിൽ കയറിയിരുന്ന് മേഞ്ഞ് നടക്കാമെന്നല്ലാതെ ജയിക്കിനെ കൊണ്ട് ഒരു പ്രയോജനവും ഈ നാടിനോ കോട്ടയത്തുകാർക്കോ ഉണ്ടാകാൻ പോകുന്നില്ല. പറ്റിയൊരു വിഷയം കിട്ടിയപ്പോൾ വെറുതെ കടിച്ച് പല്ല് കളയാമെന്നല്ലാതെ വല്ല കാര്യവുമുണ്ടോ? തൻ്റെ പാർട്ടിയെ വാക്കുകൊണ്ടും വോട്ട് കൊണ്ടും അലക്കി തേച്ചവൻ വീണുപോയപ്പോൾ കിട്ടുന്ന ഒരാത്മാനന്ദം. അതൊക്കെയേ ഉള്ളൂ ജയിക്കിൻ്റെയൊക്കെ ജീവിത തോൽവിയിൽ അല്പം ആശ്വാസം.